വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ പേര് ജോമി ജോസഫ്. ഞാനൊരു ഇൻഷുറൻസ് അഡ്വൈസറാണ്. ഒരുപാട് പേര് ആവശ്യപ്പെട്ട ഒരു കമ്പാരിസൺ വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം LICയുടെ ജനപ്രിയ പ്ലാനുകളായിട്ടുള്ള ജീവൻ ഉമംഗ് അതുപോലെ തന്നെ ജീവൻ ഉത്സവ്. കാരണം ഒരുപാട് പേര് എടുക്കുന്ന രണ്ട് പോളിസികളാണ് ഇത്. രണ്ടും ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള രണ്ട് പോളിസികളാണ്. അപ്പോൾ ഇത് തമ്മിലുള്ളൊരു കമ്പാരിസൺ വീഡിയോ ചെയ്യുമോ എന്നുള്ള റിക്വസ്റ്റ് ഒരുപാട് മുൻപേ വന്നതാണ്. അപ്പോൾ അങ്ങനെ റിക്വസ്റ്റ് ചെയ്തവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമുക്കറിയാം ഇത് രണ്ടും ഉമംഗ് എന്നുള്ളതും ഉത്സവം എന്നുള്ളതും ഒരു ഓൾ ലൈഫ് പ്ലാനാണ്. നമ്മുടെ ലൈഫ് ടൈം നമുക്കിതിൻ്റെ റിട്ടേൺസ് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഹോൾ ലൈഫ് പ്ലാനാണ് ഉമംഗും ഉത്സവവും. അപ്പോൾ അത് രണ്ട് തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിന് 7-8 ക്രൈറ്റീരിയാസ് വെച്ചുകൊണ്ടുള്ള ഒരു കമ്പാരിസൺ ആണ് ഞാനിവിടെ നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒരുപാട് പേർക്കുള്ള കുറേ ഡൗട്ട്സ് ക്ലിയർ ആയി കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഒരുപാട് പേർക്ക് ഹെൽപ്ഫുള്ളായി തീരാൻ സാധ്യതയുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ഇത് തീരുന്ന അവസാനം വരെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ വീഡിയോ ചെയ്യാനായിട്ട് കുറേ ഗ്യാപ്പ് വന്നു. അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു വീഡിയോയിലേക്ക് വീണ്ടും വരുന്നത്. അപ്പോൾ ഞാൻ നേരെ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ഒരു ക്രൈറ്റീരിയ ആയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിൻ്റെ ടേം ആണ്. ടേം എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ പേയ്മെൻറ്റ് ടേമാണ്. എത്ര വർഷം നമ്മൾ പേയ്മെൻറ്റ് അടയ്ക്കണം എന്നുള്ള കാര്യമാണ് ടേം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുക. അപ്പോൾ ഉമങ്ങിനകത്തേക്ക് വരുമ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ഏറ്റവും കുറഞ്ഞ പേയ്മെൻറ്റ് പീരീഡ് എന്നുള്ളത് 15 വർഷമാണ്. പിന്നെ കൂടുതലായിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നത് 20, 25, 30 വർഷം വരെ നമുക്കിതിൻ്റെ ടേം സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ടേം കൂടുന്നതിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന റിട്ടേൺസും കൂടുതലായിട്ട് നമുക്കിവിടെ തിരിച്ചു കിട്ടും. ഇനി ഉത്സവിൻ്റെ അകത്തേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഏറ്റവും കുറഞ്ഞ പേയ്മെൻറ്റ് ടേം എന്നുള്ളത് 5 വർഷമാണ്. മാക്സിമം 16 വർഷം. നമുക്ക് ഓൾറെഡി അറിയാം, ഞാനത് ഒന്ന് കമ്പാരിസൺ നടത്തുന്നതുകൊണ്ട് ഒന്ന് കമ്പയർ ചെയ്ത് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഉമങ്ങിൻ്റെ ഏറ്റവും കുറഞ്ഞ ടേം 15 വർഷമാണ്. ഉത്സവിൻ്റെ ഏറ്റവും കുറഞ്ഞ ടേം 5 വർഷമാണ്. അപ്പോൾ ഷോർട്ട് ടേം പീരീഡ് പോളിസികൾ നോക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഏറ്റവും സ്യൂട്ടായിട്ടുള്ള ഒരു പോളിസിയാണ് ജീവൻ ഉത്സവം എന്നുള്ളത്. ഈ 5 വർഷം നമ്മൾ പേയ്മെൻറ്റ് അടച്ചാൽ നമുക്ക് റിട്ടേൺസ് കിട്ടുന്നത് 11ാമത്തെ വർഷം മുതലാണ്. 5, 6, 7, 8 ഇത്രയും വർഷങ്ങൾ നമ്മൾ ടേം എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റിട്ടേൺ 11th ഇയർ തൊട്ടാണ് കിട്ടുക. ഇനി 9 എടുത്താൽ അത് 12ാമത്തെ വർഷം മുതലും, 10 എടുത്തു കഴിഞ്ഞാൽ 13ാമത്തെ വർഷം മുതലും, 11 എടുത്താൽ 14ാമത്തെ വർഷം മുതൽ, അങ്ങനെ 3 വർഷം മുമ്പിലോട്ട് കയറിയിട്ടാണ് നമുക്ക് ഇതിൻ്റെ റിട്ടേൺസ് സ്റ്റാർട്ട് ചെയ്യുക. മറിച്ച് നമുക്ക് ഉമങ്ങിലേക്ക് വരുമ്പോൾ 15 വർഷമാണ് ടേം എടുക്കണമെങ്കിൽ 16ാമത്തെ വർഷം മുതൽ നമുക്കിതിൻ്റെ റിട്ടേൺസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടേമിലുള്ള ഒരു ബേസിക് വ്യത്യാസം വരുന്നത്. അപ്പോൾ ഉത്സവം എന്നുള്ളത് ഒരു ഷോർട്ട് ടേം പോളിസിയാണ്. പക്ഷേ ഇമ്മീഡിയറ്റ് നമുക്ക് കിട്ടില്ല. നമുക്കൊരു വെയിറ്റിംഗ് പീരീഡ് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ റിട്ടേൺസ് കിട്ടണേ. ഉമങ്ങിനകത്ത് നമുക്ക് അങ്ങനെ വെയിറ്റിംഗ് പീരീഡ് ഇല്ല. 15 ഇയർ നമ്മൾ മിനിമം ടേം എടുക്കുമ്പോൾ നമുക്ക് 16ാമത്തെ വർഷം മുതൽ തന്നെ ഇതിൻ്റെ റിട്ടേൺസ് സ്റ്റാർട്ട് ചെയ്യും. ഇനി രണ്ടാമത്തെ ഒരു ക്രൈറ്റീരിയയിലേക്ക് നമ്മൾ വരുമ്പോൾ ഇതിൻ്റെ പേ ഔട്ടാണ്. നമുക്കിതിൻ്റെ ആനുവൽ റിട്ടേൺ സ്റ്റാർട്ട് ചെയ്യുന്ന ഏജ് എന്നുള്ളത് ഉമങ്ങിനെ സംബന്ധിച്ച് 30ാമത്തെ വയസ്സ് മുതലാണ് നമുക്കിതിൻ്റെ റിട്ടേൺസ് കിട്ടി തുടങ്ങുള്ളൂ. പക്ഷെ ഉത്സവിനകത്താവുമ്പോൾ നമുക്ക് 18ാമത്തെ വയസ്സ് മുതൽ ഇതിൻ്റെ റിട്ടേൺസ് കിട്ടും. അപ്പോൾ നമ്മൾ കുട്ടികളുടെ പേരിൽ പോളിസി എടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി സ്യൂട്ടായിട്ടുള്ള ഓപ്ഷൻ എന്നുള്ളത് ഉത്സവമാണ്. കാരണം ജനിച്ച കുട്ടിയുടെ പേരിൽ നമ്മൾ ഇത് എടുത്തു കഴിഞ്ഞാൽ 18ാമത്തെ വയസ്സ് മുതൽ ഈ കുട്ടിക്ക് സ്ഥിരമായിട്ടുള്ള റിട്ടേൺ ആണ്. മരിക്കുന്നവരെയും ഇതിൻ്റെ റിട്ടേൺസ് എടുക്കാനായിട്ട് പറ്റും. മറിച്ച് നമ്മളൊരു ഉത്സവ പോളിസിയാണ് കൊടുക്കുന്നതെങ്കിൽ 30ാമത്തെ വയസ്സ് വരെ ഈ കുട്ടിക്ക് കാത്തിരിക്കേണ്ടതായിട്ട് വരും ഇതിൻ്റെ റിട്ടേൺസ് എടുക്കാനായിട്ട്. അപ്പോൾ ഇത് തമ്മിൽ നല്ലൊരു അന്തരം ഉണ്ടെന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഒരു 12 വർഷത്തെ ഗ്യാപ്പാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഉത്സവം എടുക്കുന്ന ഒരു ചെറിയ കുട്ടിയെ സംബന്ധിച്ച് 18ാമത്തെ വയസ്സ് മുതൽ സ്ഥിരമായിട്ടുള്ള റിട്ടേൺ ആ കുട്ടിക്ക് കിട്ടും. പക്ഷേ ഉമങ്ങാണെങ്കിൽ 30ാമത്തെ വയസ്സ് വരെ നമുക്കിവിടെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി ഇതിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കമ്പാരിസൺ ആണ് ഇതിൻ്റെ റേറ്റ് ഓഫ് റിട്ടേൺ എന്നുള്ളത്. അപ്പോൾ ഉമങ്ങിൻ്റെ ആണെങ്കിൽ നമുക്കറിയാം ഇതിൻ്റെ സം അഷ്വേർഡിൻ്റെ 8% വെച്ചിട്ടാണ് നമുക്ക് ഇതിൻ്റെ റിട്ടേൺസ് കിട്ടുക. മറിച്ച് ഉത്സവനകത്താണെങ്കിൽ നമുക്ക് സം അഷ്വേർഡിൻ്റെ 10% വെച്ചാണ് കിട്ടുക. അപ്പോൾ 2% നമുക്ക് ഉത്സവനകത്ത് കൂടുതലായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് വലിയൊരു കാര്യം തന്നെയാണ്. ഇതിൻ്റെ റേറ്റ് ഓഫ് റിട്ടേണിൽ രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം നമ്മൾ എപ്പോഴും നോട്ട് ചെയ്യണം. ഇനി അടുത്തൊരു ഓപ്ഷൻ ഇതിൻ്റെ അഡീഷൻ എന്നുള്ളൊരു ഹെഡിങ്ങിലാണ് ഞാൻ കൊടുത്തിരിക്കുക. അപ്പോൾ ഉമങ്ങിനകത്ത് നമുക്കറിയാം നമ്മുടെ സം അഷ്വേർഡിൻ്റെ അനുസരിച്ച് എത്രയാണോ നമ്മൾ സം അഷ്വേർഡ് എടുക്കണം അതിനനുസരിച്ചാണ് നമുക്കിതിന് ബോണസാണ് എല്ലാ വർഷവും കിട്ടുക. അപ്പോൾ നമ്മൾ എടുത്ത പോളിസി എടുത്ത ഫസ്റ്റ് ഇയർ തൊട്ട് തന്നെ നമ്മൾ ടോട്ടൽ എടുക്കുന്ന സം അഷ്വേർഡിൻ്റെ ബോണസാണ് നമുക്കിവിടെ കിട്ടുക. അപ്പോൾ ബോണസ് എന്നുള്ള ആ സംഭവം നമുക്ക് 3 സ്ലാബുകളായിട്ടാണ് ഈ ഉമങ്ങിനകത്ത് വരിക. അതായത് 29 വയസ്സ് വരെ ഒരു സ്ലാബ്, 30 മുതൽ 44 വയസ്സ് വരെ അടുത്തുള്ള സ്ലാബ്, 45 മുതൽ 55 വയസ്സ് വരെ അടുത്ത സ്ലാബ്. അപ്പോൾ ഏജ് കൂടി വരുന്ന 3ാമത്തെ സ്ലാബിലേക്കൊക്കെ വരുമ്പോൾ ബോണസ് കുറഞ്ഞു വരികയാണ് ചെയ്യുക. അപ്പോൾ ഏറ്റവും കൂടുതൽ ബോണസ് കിട്ടുന്നത് ചെറുപ്പം 29 വയസ്സ് വരെയുള്ള ഏജ് ഗ്രൂപ്പിനാണ്.
ഏറ്റവും കൂടുതൽ ബോണസ് കിട്ടുക. അടുത്തൊരു ഏജ് മിഡിൽ രണ്ടാമത്തെ സ്ലാബിലേക്ക് വരുമ്പോൾ ഒന്ന് കുറയും, മൂന്നാമത്തെ സ്ലാബിലേക്ക് വരുമ്പോൾ ഒന്നുകൂടിയും കുറയും. അപ്പോൾ ആ രീതിയിൽ ബോണസിൽ വ്യത്യാസമുണ്ട്, ഓരോ ഏജിനും അനുസരിച്ച് ബോണസിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ചെറുപ്പക്കാർക്കാണ് ഉമ്മങ്ങെടുക്കാൻ ഏറ്റവും കൂടുതൽ ബോണസ് കിട്ടുക. പിന്നെ ബോണസ് എന്നുള്ളത് നമുക്കറിയാം അതൊരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വാല്യൂ ആണ്, നമുക്ക് എപ്പോഴും ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു വാല്യൂ അല്ല ബോണസ് എന്നുള്ളത്. അപ്പോൾ അത് ഓരോ വർഷം LIC ഡിക്ലെയർ ചെയ്യുന്നതിനനുസരിച്ചാണ് ബോണസിൽ ചിലപ്പോൾ മാറ്റം വരാൻ സാധ്യതയുണ്ട്. അത് ഫിക്സ്ഡ് ആയിട്ടുള്ള ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതിനകത്ത് ഉമങ്ങിനകത്ത് നമുക്ക് പേയ്മെന്റ് അടയ്ക്കുന്ന 15 വർഷങ്ങളിലും അത് കഴിഞ്ഞിട്ടും നമുക്ക് ബോണസ് കിട്ടുന്നുണ്ടെന്നുള്ളത് നമ്മൾ പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യണം, പലർക്കും അത് അറിയില്ല. അപ്പോൾ പേയ്മെന്റ് അടയ്ക്കുന്ന വർഷങ്ങളിൽ നമുക്ക് ഫുൾ ബോണസും, പേയ്മെന്റ് കഴിഞ്ഞു വരുന്ന വർഷങ്ങളിൽ എത്ര വർഷം നമ്മൾ ഈ പോളിസി ആക്റ്റീവായിട്ട് നിർത്തുന്നുണ്ടോ ആ ബാക്കി എല്ലാ നോൺ പേയ്മെന്റ് ഇയേഴ്സിൽ നമുക്ക് ഇതിന്റെ പകുതി ബോണസ്, ഹാഫ് ബോണസ് നമുക്കിവിടെ കിട്ടാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. വലിയ ചേഞ്ച് നമുക്ക് സാധാരണഗതിയിൽ ബോണസിൽ വരാറില്ല. ഇപ്പം 4-5 വർഷങ്ങളായിട്ട് സെയിം ബോണസ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പോൾ ബോണസിനകത്ത് ചിലപ്പോൾ 1 രൂപ കൂടിയോ കുറയോ ഒക്കെ ചെയ്യാനായിട്ടുള്ള സാധ്യത അവിടെയുണ്ട്. ഇനി ഉത്സവനകത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇത് തമ്മിലുള്ള വ്യത്യാസം, അവിടെ ഗ്യാരണ്ടീഡ് അഡീഷൻസ് ആണ് നമുക്ക് കിട്ടുക എന്നുള്ളതാണ്. അപ്പൊ ഗ്യാരണ്ടീഡ് അഡീഷൻ ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ആ വാല്യൂ എന്നുള്ളത് ഗ്യാരണ്ടീഡ് ആണ്, നമുക്കതിൽ വ്യത്യാസം വരില്ല. അതുപോലെ തന്നെ ഉത്സവിൽ നമുക്ക് പേയ്മെന്റ് അടയ്ക്കുന്ന വർഷങ്ങളിൽ മാത്രമേ നമുക്ക് ഈ ഗ്യാരണ്ടീഡ് അഡീഷൻ കിട്ടുള്ളൂ. മറിച്ച് ഉമങ്ങിലാണെങ്കിൽ നമുക്ക് പേയ്മെന്റ് അടയ്ക്കുന്ന വർഷങ്ങളിലും അത് കഴിഞ്ഞിട്ടും നമുക്ക് ഈ ബോണസ് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ അതൊരു മെയിൻ വ്യത്യാസം തന്നെയാണ്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മെയിൻ വ്യത്യാസമാണ്. ഇനി അടുത്തൊരു ഹെഡിങ്ങിലേക്ക് പോകുന്നത് ഇതിന്റെ ലൈഫ് കവറാണ്. ലൈഫ് കവർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കിപ്പോൾ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നോമിനിക്ക് കിട്ടുന്ന ഒരു എമൗണ്ട്, നമ്മുടെ ഒരു ലൈഫിന് കവറായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു എമൗണ്ട് ആണ് ഈ ലൈഫ് കവർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുക. അപ്പോൾ ഉമങ്ങിനകത്ത് നമ്മുടെ ലൈഫ് കവർ എന്നുള്ളത് കോൺസ്റ്റന്റ് അല്ല, അത് ഇൻക്രീസിങ് ആണ്, കൂടിക്കൂടി വരുന്ന ഒരു സംഭവമാണ് ഉമങ്ങിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. കാരണം നമുക്ക് ഈ പേയ്മെന്റ് ഇയറിലും പേയ്മെന്റ് കഴിഞ്ഞിട്ട് നമുക്കിവിടെ ബോണസ് കിട്ടുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ലൈഫ് കവർ എന്നുള്ള ഇൻക്രീസിങ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഉമങ്ങിനകത്ത് ഒരു ഫൈനൽ അഡീഷൻ ബോണസും കൂടെ ആഡ് ഓൺ ആയിട്ട് കിട്ടും. നമുക്ക് ഈ പോളിസി ലൈഫ് കവർ കൊടുക്കുന്ന സമയത്ത് നമ്മളത് സറണ്ടർ ചെയ്തെടുക്കുകയാണെങ്കിലും നമുക്ക് എന്തെങ്കിലും ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ നോമിനിക്ക് കിട്ടുവാണെങ്കിലും ഈ ഫൈനൽ അഡീഷൻ ബോണസ് എന്നുള്ള ഒരു സംഭവം കൂടി അഡീഷണൽ ആയിട്ട് അവിടെ കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫ് കവർ എന്നുള്ളത് ഇൻക്രീസിങ് ആണ്. അപ്പൊ ഈ ഫൈനൽ അഡീഷൻ ബോണസിന്റെ കാര്യം പറയുമ്പോൾ അത് ഓരോ ഇയറിനും ഓരോ ഫൈനൽ അഡീഷൻ ബോണസ് ആണ് വരിക. അപ്പോൾ 10-15 വർഷമെങ്കിലും ഉള്ള പോളിസികൾക്കാണ് ഈ ഫൈനൽ അഡീഷൻ ബോണസ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ 15 വർഷമുള്ള പോളിസിക്ക് കിട്ടുന്ന ഫൈനൽ അഡീഷൻ ബോണസ് അല്ല FAB എന്നാണ് നമ്മൾ അതിനെ പറയുക, 20 വർഷമുള്ള പോളിസിക്ക് കിട്ടാം. 20 വർഷമുള്ള പോളിസിക്ക് കിട്ടുന്ന FAB അല്ല നമുക്ക് കിട്ടും 30 വർഷമുള്ള പോളിസിക്ക് കിട്ടാം. അപ്പോൾ ഓരോ ഇയർ കൂടുന്തോറും നമുക്ക് ഇതിന്റെ ഫൈനൽ അഡീഷൻ ബോണസ് കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് രണ്ടും, ഈ സാധാരണ നമ്മുടെ പേയ്മെന്റ് ഇയറിലുള്ള ബോണസ്, നോൺ പേയ്മെന്റ് ഇയറിലുള്ള ബോണസ്, ഫൈനൽ അഡീഷൻ ബോണസ്, സമ്മേഷോട് ഇത്രയും കൂടി ചേർത്താണ് നമുക്ക് ലൈഫ് കവർ ആയിട്ട് അവിടെ കിട്ടുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മുടെ ലൈഫ് കവർ എന്നുള്ളത് ഈ ബോണസ് ആഡ് ഓൺ ആയിട്ട് വരുന്നതുകൊണ്ട് തന്നെ ഇൻക്രീസിങ് ലൈഫ് കവർ ആണ്. അതുപോലെ തന്നെ FAB കൂടുന്നതുകൊണ്ടും ഇവിടെ ഇൻക്രീസിങ് ആണ്. പക്ഷെ നമ്മൾ ഉത്സവിനകത്തേക്ക് വരുമ്പോൾ ഇത് തമ്മിലുള്ള ഒരു ബേസിക് ഡിഫറൻസ് ആണ്. നമുക്ക് ഉത്സവിൽ പേയ്മെന്റ് കഴിഞ്ഞു വരുന്ന ഇയറുകളിലെല്ലാം നമ്മുടെ ലൈഫ് കവർ എന്നുള്ളത് കോൺസ്റ്റന്റ് ആയിരിക്കും. നമ്മുടെ സമ്മേഷനും ഗ്യാരണ്ടീഡ് അഡീഷൻസും കൂടെ ചേർത്തിട്ടുള്ള ഒരു എമൗണ്ട് ആണ് നമുക്ക് ഉത്സവിലെ ലൈഫ് കവർ ആയിട്ട് കിട്ടുക. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരിക്കലും കൂടില്ല. നമുക്ക് കിട്ടുന്ന ലൈഫ് കവർ എന്നുള്ളത് നമ്മുടെ പേയ്മെന്റ് കഴിഞ്ഞു വരുന്ന വർഷങ്ങളിൽ വരുന്ന ലൈഫ് കവർ, അവിടെ നിന്ന് തൊട്ട് പേയ്മെന്റ് കഴിയുന്ന വർഷം തൊട്ട് പിന്നെ എത്ര വർഷം പോളിസി കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ അത്രയും വർഷം നമ്മുടെ ലൈഫ് കവർ എന്നുള്ളത് ഫിക്സ്ഡ് ആയിരിക്കും, അതൊരിക്കലും കൂടി വരില്ല. അപ്പൊ ലൈഫ് കവർ ആണ് നമ്മുടെ പ്രൈം ക്രൈറ്റീരിയ നമ്മൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഉമങ്ങായിരിക്കും നല്ലത്. അല്ല നമുക്ക് റിട്ടേണും നേരത്തെ കിട്ടുക എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഉത്സവമായിരിക്കും നമുക്ക് നല്ലത്. ഇനി അടുത്തൊരു ഓപ്ഷൻ വരുന്നത് റൈഡേഴ്സിനെ കുറിച്ചാണ്. നമുക്കറിയാം ADDB റൈഡർ എന്നുള്ളത് ആക്സിഡന്റ്, ഡെത്ത്, അതുപോലെ തന്നെ ഡിസബിലിറ്റി റൈഡർ. ഇത് മിക്കവാറും 2 പോളിസികളുടെ അകത്ത് നമുക്ക് ആഡ് ഓൺ ആയിട്ട് കിട്ടാറുണ്ട്. അപ്പൊ ഇത് ഇതിലും സെയിം തന്നെയാണ് പറഞ്ഞത്, 70 വയസ്സ് വരെയാണ് നമുക്ക് അതിന്റെ കവറേജ് കിട്ടുള്ളൂ. ഇനി മറ്റ് റൈഡറുകളുടെ കേസിലേക്ക് വരുമ്പോൾ നമ്മളിപ്പോൾ ക്രിട്ടിക്കൽ ഇൽനെസ് റൈഡർ ഉണ്ട്, ടേം റൈഡർ ഉണ്ട്, നമുക്ക് ഇതിനകത്ത് കൂടെ ആഡ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പൊ ആ 2 റൈഡറുകൾ മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഉമങ്ങിനകത്താണെങ്കിൽ നമുക്ക് അറിയാം ഇതിന്റെ കുറഞ്ഞ പേയ്മെന്റ് ഇയർ എന്നുള്ളത് 15 വർഷമാണ്. അപ്പൊ ഈ 15 വർഷവും നമ്മൾ ഈ ക്രിട്ടിക്കൽ ഇൽനെസ് റൈഡറിനുള്ള എക്സ്ട്രാ പ്രീമിയം അടച്ചുകൊണ്ടിരിക്കണം. ഇനിയിപ്പോൾ അതിന് മുമ്പ് ഇപ്പോൾ ഒരു 10 വർഷം അടച്ച സമയത്താണ് നമുക്ക് ഈ അസുഖം വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ക്ലെയിം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിന്റെ അഡീഷണൽ ആയിട്ടുള്ള പ്രീമിയം നമുക്ക് അടയ്ക്കേണ്ടതായിട്ടില്ല. മറിച്ച് നമ്മൾ ഉത്സവനകത്തേക്ക് വരുമ്പോൾ നമ്മൾ ഏറ്റവും കുറഞ്ഞ പ്രീമിയം ടേം എന്നുള്ളത്, പേയ്മെന്റ് ടേം എന്നുള്ളത് 5 വർഷമാണ്. അപ്പൊ നമ്മൾ ഈ 5 വർഷം മാത്രം ക്രിട്ടിക്കൽ ഇൽനെസ് റൈഡറിനുള്ള എക്സ്ട്രാ പ്രീമിയം അടച്ചാൽ മതി. പക്ഷേ നമുക്ക് അതിന്റെ കവറേജ്
35 വർഷമോ അല്ലെങ്കിൽ 75 വയസ്സ് വരെയോ നമുക്ക് ഈ കവറേജ് കിട്ടും. ഉമങ്ങിനകത്തും ഈ സെയിം കവറേജ് തന്നെയാണ് കിട്ടണേ. പക്ഷെ നമുക്ക് അവിടെ 15 വർഷത്തോളം ഇതിന്റെ എക്സ്ട്രാ പ്രീമിയം അടച്ചുകൊണ്ടിരിക്കണം. പക്ഷെ ഉത്സവനകത്തേക്ക് ആകുമ്പോൾ നമുക്ക് ആകെ 5 ഇയർ മാത്രം അടച്ചാലും നമുക്ക് ഇതിന്റെ കവറേജ് 35 വർഷം അല്ലെങ്കിൽ 75 വയസ്സ് വരെയും കിട്ടും. അപ്പൊ അതൊരു വലിയ കാര്യം തന്നെയാണ്. കാരണം നമുക്ക് ക്രിട്ടിക്കൽ ഇൽനെസ് റൈഡർ നമുക്കറിയാം, മേജറായിട്ട് നമുക്ക് വരാൻ സാധ്യതയുള്ള 15 തരം അസുഖങ്ങളാണ് അതിനകത്ത് കവർ ചെയ്യുന്നത്. ഞാൻ മുമ്പ് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ക്രിട്ടിക്കൽ ഇൽനെസ് റൈഡർ എന്താണെന്നുള്ളത്. അപ്പൊ അവിടെ പോയി കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് കിട്ടും. അതിൽ ഹാർട്ട് അറ്റാക്കും ക്യാൻസർ പോലെയുള്ള സീരിയസ് ആയിട്ടുള്ള ഒരുവിധം എല്ലാ അസുഖങ്ങളും കവർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് 75 വയസ്സ് വരെ അല്ലെങ്കിൽ 35 വർഷം വരെ ഇത് കിട്ടുക എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. ആകെ 5 വർഷമാണ് നമുക്ക് പ്രീമിയം അടയ്ക്കേണ്ടോ, ഇത്രയും ഇതിന്റെ കവറേജ് എക്സ്റ്റെൻഡ് ആയിട്ട് കിട്ടും. അപ്പൊ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ് ഈ റൈഡറിന്റെ അവിടെ വരുന്നത്. ഇനി ADDB ആണെങ്കിൽ നമുക്ക് ഇവിടെ 5 വർഷം അടച്ചാലും അവിടെ 70 വയസ്സ് വരെ കിട്ടും. പക്ഷേ ഉമങ്ങിലാവുമ്പോൾ 15 വർഷം അടയ്ക്കണം. ഉത്സവത്തിലാണ് 5 വർഷം അടച്ചാൽ മതി. ഉത്സവത്തിലെ ടേം കൂട്ടിയെടുക്കുന്നവരെ സംബന്ധിച്ച് ഈക്വൽ ആയിരിക്കും, പക്ഷേ ടേം കുറഞ്ഞെടുക്കുന്നവരെ സംബന്ധിച്ചുള്ള ഒരു സ്പെഷ്യൽ അട്രാക്ഷൻ ആണ് ഇത്. ഇനി ഇതിന്റെ ഏജ് ലിമിറ്റുള്ള വ്യത്യാസമാണ് അടുത്തൊരു ഹെഡിങ്ങിൽ നോക്കുന്നത്. അതായത് 0 ഏജ് മുതൽ 55 വയസ്സ് വരെയുള്ളത് ഉള്ള വ്യക്തികൾക്ക് ഉമങ് എടുക്കാനായിട്ട് സാധിക്കും. ഉത്സവത്തിലാവുമ്പോൾ 65 വയസ്സ്, 10 വയസ്സ് കൂടെ കൂടുതലായിട്ട് അവിടെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കും ഇവിടെ എടുക്കാനായിട്ട് പറ്റും. പിന്നെ ഇതിന്റെ റേറ്റ് ഓഫ് റിട്ടേൺ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉമങ് എന്നുള്ളത് ഒരു 100 വയസ്സ് വരെ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പ്ലാനാണ്. അപ്പൊ 100 വയസ്സാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ പ്ലാൻ അവിടെ പെയ്ഡപ്പ് ആവും. അപ്പൊ 100ാമത്തെ വയസ്സ് ഒരാൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഉമങ്ങിന്റെ കവറേജ് 100ാമത്തെ വയസ്സിൽ ഉണ്ടാവും. എത്രയാണോ നമുക്ക് കിട്ടേണ്ട വാല്യൂ അത് നമുക്ക് തിരിച്ച് കിട്ടുകയും ചെയ്യും. പക്ഷെ ഉത്സവത്തിലാണെങ്കിൽ 100 വയസ്സ് കഴിഞ്ഞു നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അപ്പോഴും നമുക്ക് ഇതിന്റെ റിട്ടേൺസ് എടുത്തുകൊണ്ടിരിക്കാം. ഇത് വളരെ റയർ ആയിട്ട് വരുന്ന ഒരു കേസാണ്. എങ്കിലും ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം ആയതുകൊണ്ട് ഞാൻ ഇവിടെ അത് പറഞ്ഞു പോകുന്നു മാത്രമേ ഉള്ളൂ. ഇനി ഇതിന്റെ അവസാനത്തെ ഒരു ഹെഡിങ്ങിൽ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇതിന്റെ സ്പെഷ്യൽ അട്രാക്ഷൻ ആണ്. അപ്പൊ ഉമങ്ങിനെ സംബന്ധിച്ചുള്ള സ്പെഷ്യൽ അട്രാക്ഷൻ എന്നുള്ളത് അതിന്റെ ഇൻക്രീസിങ് ലൈഫ് കവർ ആണ്. കാരണം നമുക്ക് ഈ ബോണസ് നോൺ പേയ്മെന്റ് ഇയറിലും കിട്ടുന്നുണ്ട്, ഫൈനൽ അഡീഷൻ ബോണസും കിട്ടുന്നുണ്ട്. അത് ഉത്സവന്റെ കേസിൽ നമുക്ക് കിട്ടില്ല. അപ്പൊ അതിന്റെ ഒരു സ്പെഷ്യൽ അട്രാക്ഷൻ എന്നുള്ളത് അത് തന്നെയാണ്. അപ്പൊ നമ്മുടെ ലൈഫ് കവർ കൂടി വരും. അപ്പൊ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നല്ലൊരു എമൗണ്ട് നോമിനിക്ക് കിട്ടും. അതുകൂടാതെ എവറി ഇയർ നമുക്ക് 8% വെച്ച് ഇതിന്റെ റിട്ടേൺസ് എടുക്കുകയും ചെയ്യാം. അപ്പൊ അത് അതിന്റെ ഒരു സ്പെഷ്യൽ അട്രാക്ഷൻ ആണ്. മറിച്ച് നമ്മൾ ഉത്സവത്തിലേക്ക് വരുമ്പോൾ നമുക്ക് 10% വെച്ചിട്ടാണ് സമ്മർഷേഡിന്റെ 10% വെച്ചാണ് നമുക്ക് ഇവിടെ കിട്ടണേ. നമ്മുടെ ലൈഫ് കവർ എന്നുള്ളത് കോൺസ്റ്റന്റ് ആണ്. പക്ഷെ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഒരു അഡീഷണൽ ഓപ്ഷൻ ആണ് ഈ ഫ്ലെക്സി ഓപ്ഷൻ എന്നുള്ളത്. ഞാനത് ഓൾറെഡി ഉത്സവന്റെ വീഡിയോസിനകത്ത് ഡിസ്ക്രൈബ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുള്ളവർ താഴെ അതിന്റെ ലിങ്ക് വെച്ചിട്ടുണ്ട്, അതിൽ കയറിയിട്ട് അത് കാണാവുന്നതാണ്. ഈ ഫ്ലെക്സി ഓപ്ഷൻ എന്താണെന്ന് ഞാൻ ചുരുക്കി പറഞ്ഞുതരാം. ഇപ്പൊ 5 ഇയർ ടേമിൽ നമ്മൾ ഉത്സവം എടുത്തു കഴിഞ്ഞാൽ 11ാമത്തെ വർഷം മുതൽ നമുക്ക് റിട്ടേൺസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ 11ാമത്തെ വർഷം മുതൽ നമുക്ക് ആ ഫണ്ട് വേണ്ട, നമുക്ക് അപ്പോൾ ഒരു സെക്കൻഡറി ഇൻകം പോലെയാണ് നമ്മൾ എടുത്തിട്ടുള്ളതെങ്കിൽ നമുക്ക് അത് ഫ്ലെക്സി ഓപ്ഷൻ ചൂസ് ചെയ്യാം. അതായത് റെഗുലർ ഓപ്ഷനും ഉണ്ട്, ഫ്ലെക്സി ഓപ്ഷൻ ഉണ്ട്. റെഗുലർ ഓപ്ഷൻ ആണ് കൃത്യം 11ാമത്തെ വർഷം മുതൽ എല്ലാ ഇയറും നമുക്ക് ആ സെയിം ഡേറ്റിൽ ഈ 10% വെച്ചുള്ള റിട്ടേൺസ് നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്ത് തരും. മറിച്ച് നമ്മൾ ഫ്ലെക്സി ഓപ്ഷൻ ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന റിട്ടേൺസ് നമ്മുടെ കയ്യിലേക്ക് വരാതെ LIC തന്നെ അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 5.5% വെച്ച് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമുക്ക് അതിന്റെ മുകളിൽ കിട്ടും. അപ്പൊ ഈ 5.5% കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ നമുക്കതൊരു വലിയ വളരെ ചെറിയൊരു സംഖ്യയായിട്ട് തോന്നാം. പക്ഷെ ഇത് ഇയർ ബൈ ഇയർ ഇവിടെ എമൗണ്ട് ആഡ് ചെയ്ത് അതിന്റെ മുകളിൽ ഇൻട്രസ്റ്റ് കയറി വരുമ്പോൾ അതൊരു ബൾക്ക് എമൗണ്ട് ആയിട്ട് മാറി വരും. അപ്പോൾ ഫണ്ട് എമർജൻസി ഉള്ള ആളുകളെ സംബന്ധിച്ച് ആ ഓപ്ഷൻ എടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഫണ്ട് നമുക്ക് എമർജൻസി ആയിട്ട് 11ാമത്തെ വർഷം മുതൽ വേണമെന്നുണ്ടെങ്കിൽ റെഗുലർ ആയിട്ട് നമുക്ക് അത് വിത്ഡ്രോ ചെയ്തുകൊണ്ടിരിക്കാം, റെഗുലർ ഓപ്ഷൻ വെച്ചുകൊണ്ട്. മറിച്ച് നമുക്കിതൊരു സെക്കൻഡറി ഇൻകം ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എമർജൻസി ആയിട്ട് ഫണ്ട് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ മേ ബി നമുക്കതൊരു 5 വർഷം 11ാമത്തെ വർഷം വേണ്ട, ഒരു 15ാമത്തെ വർഷം മുതൽ 16ാമത്തെ വർഷം മുതൽ നമുക്ക് വേണ്ടോന്നുണ്ടെങ്കിൽ നമുക്ക് അതുവരെ ഇത് അക്യുമുലേറ്റ് ചെയ്യാനായിട്ട് അവിടെ വിടാം. 5% വെച്ച് നമുക്ക് അവിടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടും. ഇത് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വരണം. അപ്പൊ നമുക്ക് ചിലപ്പോൾ ബാങ്കിൽ ഇത്ര ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ ആ സമയത്താണ് നമുക്ക് ഈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കൂടി കിട്ടുക എന്ന് പറയുമ്പോൾ അതൊരു വലിയ അട്രാക്ഷൻ തന്നെയാണ്. ഇത് പിന്നെ ലൈഫ് ടൈം നമുക്ക് ഈ 5.5% വെച്ച് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടും. എത്ര നാൾ നമ്മളിവിടെ ഫണ്ട് ഇടുന്നുണ്ടോ അത്രയും നമുക്ക് ഇത് കിട്ടിക്കൊണ്ടിരിക്കും. മാത്രമല്ല ഇതിനകത്ത് അക്യുമുലേറ്റ് ചെയ്യുന്ന 75% ഫണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാനും പറ്റും. ഒരു ATM പോലെ അത് അവിടെ കിടക്കുന്നുണ്ടാവും. നമുക്ക് ഒരു ഫണ്ടിനകത്ത് എമർജൻസി വന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ പോയിട്ട് അത് വിത്ഡ്രോ ചെയ്യാം. ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഒരു തവണയാണ് നമുക്കത് വിത്ഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു പ്രശ്നം മാത്രം ഉണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കണം. എങ്കിലും നമുക്ക് ആ ഫണ്ട് അവിടെ കിട്ടും. ബാക്കി എത്ര എമൗണ്ട് ആണോ അവിടെ ബാലൻസ് കിടക്കുന്നത് ആ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ആകുമ്പോൾ അതിന്റെ എമൗണ്ടിന്റെ മുകളിൽ 5% നമുക്ക് ഇൻട്രസ്റ്റും കൂടെ കയറും. അപ്പോൾ ടോട്ടൽ ഒരു കമ്പാരിസൺ നടത്തുമ്പോൾ ഷോർട്ട് ടേം പോളിസിയാണ് നോക്കുന്നത്, പെട്ടെന്ന് റിട്ടേൺ വേണം എന്നുള്ളവർക്ക് ഉത്സവമാണ് ഏറ്റവും നല്ലത്. മറിച്ച് നമുക്ക് കുറച്ചും കൂടെ ലൈഫ് കവറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളുകളാണ്, നമുക്ക് കുറച്ചും കൂടി ലൈഫ് കവർ കൂടി വരണമെന്ന് ആഗ്രഹമുണ്ട് എന്നുള്ള ആളുകളെ സംബന്ധിച്ച് കുറച്ചും കൂടി ഉമങ്ങായിരിക്കും നല്ലത്. ഉമങ്ങിൽ 16ാമത്തെ വർഷം മുതലാണ് നമുക്ക് ഇതിന്റെ റിട്ടേൺസ് കിട്ടുള്ളൂ. പക്ഷെ കുട്ടികൾക്കൊക്കെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല ഓപ്ഷൻ എന്നുള്ളത് ഉത്സവം തന്നെയായിരിക്കും. കാരണം 18ാമത്തെ വയസ്സ് മുതൽ റിട്ടേൺസ് കിട്ടും.
ഉമങ്ങിന്റെ പോലെ ഇപ്പോൾ ജനിച്ചൊരു കുട്ടിക്ക് ഉമങ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 30 വർഷത്തെ ടേം ഇട്ടിട്ട് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അതിന് കുറഞ്ഞ വർഷത്തെ ടേമിൽ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ 5 വയസ്സുള്ള കുട്ടിയാണെങ്കിൽ 25 വർഷം മസ്റ്റായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരിക്കണം. ഇപ്പം ഒരു 10 വയസ്സുള്ള കുട്ടിയാണെങ്കിൽ 20 വർഷത്തെ ടൈം നമുക്ക് എടുക്കാൻ പറ്റും. കാരണം 30ാമത്തെ വയസ്സ് മുതലാണ് ഇതിന്റെ പേ ഔട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഉത്സവമാകുമ്പോൾ നമുക്ക് അത്രയും വരേണ്ട ആവശ്യമില്ല. 18ാമത്തെ വയസ്സായതുകൊണ്ട് തന്നെ ഇപ്പം ജനിച്ച കുട്ടിയാണെങ്കിൽ ഒരു 16 വർഷം ടേം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ 18ാമത്തെ വയസ്സ് മുതൽ ആ കുട്ടിക്ക് റിട്ടേൺസ് കിട്ടും. അപ്പം അങ്ങനെയുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്തത്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് ആയിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താം. അല്ലെങ്കിൽ എൻ്റെ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതിലേതെങ്കിലും പ്ലാൻ ഉത്സവവും ഒക്കെ എടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാൻ അതിന് വേണ്ട സഹായങ്ങൾ ചെയ്തു തരുന്നതാണ്. അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇത് ഉപകാരപ്പെടുവാണെന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഫാമിലിക്കും ഒക്കെ അയച്ചു കൊടുക്കാനും മറക്കരുത്. ഇതുപോലെയുള്ള നല്ല ലൈസ് വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.